ഹായ് ഫ്രണ്ട്സ്, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് ക്യാപ്സിക്കം. മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മളിൽ പലരും ക്യാപ്സിക്കം വാങ്ങിക്കാറേ ഇല്ല. നമ്മൾ ചിന്തിക്കും, ഈ ക്യാപ്സിക്കം വെച്ച് എന്ത് കറി ഉണ്ടാക്കാനാണ്? പക്ഷേ ഇനി എങ്ങനെയല്ല കേട്ടോ. ക്യാപ്സിക്കം വെച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റിയായ ഒരു ഫുഡ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതാണ് സ്റ്റഫ്ഡ് ക്യാപ്സിക്കം. വരൂ നമുക്ക് നോക്കാം. ആദ്യമായി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്യാപ്സിക്കം. ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ച് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള അരികളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ക്യാപ്സിക്കത്തിൻ്റെ അകത്തുള്ള അരികളെല്ലാം റിമൂവ് ചെയ്യണം. പക്ഷെ നമ്മൾ ക്യാപ്സിക്കത്തിൻ്റെ തണ്ട് റിമൂവ് ചെയ്യുന്നില്ല. കാരണം ഇത് വറുത്ത് കഴിയുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ വച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കാം. 3 ടീസ്പൂൺ കടലമാവ്, 2 ടീസ്പൂൺ നിലക്കടല വറുത്ത് പൊടിച്ചത്, 1 പിടി നാളികേരം, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കത്തിനകത്ത് ഇത് ഫില്ല് ചെയ്യാം. ഇതധികം കുത്തി നിറച്ച് ഫില്ല് ചെയ്യരുത്. ആവശ്യത്തിന് മാത്രം ഫില്ല് ചെയ്താൽ മതി. ഫില്ല് ചെയ്ത് ഓരോന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. നമുക്ക് ഈ ക്യാപ്സിക്കം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം വെന്ത് കഴിഞ്ഞു. നമുക്കിത് കവർ ചെയ്ത് വെക്കാം. ക്യാപ്സിക്കത്തിനകത്ത് ഓൾറെഡി നല്ല ജലാംശമുണ്ട്. അതുകൊണ്ട് ഇത് പുറത്തേക്ക് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് മൂടി വെക്കുന്നത്. നമുക്കിനി വേവാത്ത വശം നമുക്ക് മറിച്ചിടാം. ഇതിൻ്റെ എല്ലാ വശവും വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലിട്ട് മാറ്റാം. ഇതാണ് വളരെ ടേസ്റ്റിയായ സ്റ്റഫ്ഡ് ക്യാപ്സിക്കം. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ ബൈ.